ഷിജ മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. താങ്കൾ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്, ടെറസ് ഫാമിംഗ് മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ടാണ് നിങ്ങളിത് ചെയ്തു വരുന്നത്? ഞാൻ 1996 ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫറായി വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് സാറ് കൊണ്ടുവരുന്ന കറികളുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എവിടെ നിന്നാണ് പച്ചക്കറികളൊക്കെ വാങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ വാങ്ങുന്നതല്ല, ഞാൻ എൻ്റെ വീട്ടിലിതെല്ലാം വളർത്തിയെടുക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും എങ്ങനെ അതിനുള്ള സ്ഥലമുണ്ടോ? സാറിന് 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ സാറ് പറഞ്ഞു, ടെറസിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അതിശയമായി. എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമായി. പിന്നെ സാറ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നു. സാറ് വിത്തും തൈകളൊക്കെ കൊണ്ടു തന്നു. അപ്പോഴേ മട്ടുപ്പാവിൽ ചെയ്യാൻ തുടങ്ങിയോ? അപ്പോഴും എനിക്ക് മട്ടുപ്പാവ് ഇല്ലായിരുന്നു. അപ്പോൾ മുറ്റത്താണ് ഞാൻ കവറുകളിലും പ്ലാസ്റ്റിക് ചാക്കിലും ഒക്കെ ചെയ്ത് തുടങ്ങിയത്. പിന്നെ വീട് വെച്ചു. 2000 മുതൽ ടെറസിലേക്ക് മാറി. സത്യം പറഞ്ഞാൽ പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ടെറസ് വീട് വേണമെന്നുള്ള ആഗ്രഹം വന്നത്. അപ്പോൾ ഈ വീട്ടുവളപ്പിൽ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോൾ പച്ചക്കറി മാത്രമായിരുന്നോ ചെയ്തത് ആദ്യമൊക്കെ? പച്ചക്കറി മാത്രമാണ് ചെയ്തത്. സാറ് കൊണ്ടുവന്ന വിത്തുകളും സാറ് പറഞ്ഞു തന്ന അറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ആദ്യമൊക്കെ നേരിട്ടു? ആദ്യമൊന്നും ഒരു പ്രശ്നം ഇല്ലായിരുന്നു. കാരണം വീട്ടിൽ പശു ഉണ്ടായിരുന്നു. ഈ പശുവിൻ്റെ തൊഴുത്ത് കുറച്ച് പൊക്കത്തിലായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ആ പശുവിൻ്റെ മൂത്രം വന്ന് വീണ് തെറിച്ച് വീഴുന്നത് ഈ ചെടികളിലേക്കായിരുന്നു. അതൊരു കാരണമാവാം. എല്ലാം നല്ല വിളവ് കിട്ടി. അതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ കാരണം. ഗവൺമെന്റ് സർവന്റ് ആയിരുന്നല്ലോ താങ്കൾ. അപ്പോൾ ഈ സർവീസും ഈ പച്ചക്കറി കൃഷി ഇതെല്ലാം കൊണ്ടുപോയി ഒന്നിച്ച്? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ രാവിലെ വിളവെടുക്കാൻ വേണ്ടി മാത്രമേ ടെറസിൽ കയറുള്ളൂ. എടുത്തുകൊണ്ട് വന്ന് കറികൾ വെച്ച് മക്കളെ സ്കൂളിൽ വിട്ട് ഞാൻ ഓഫീസിൽ പോയി വൈകുന്നേരം വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പഠിക്കാൻ ഇരുത്തിയതിന് ശേഷം അവർ രണ്ടുപേരും തനിയെ പഠിച്ചോളൂ. അങ്ങനെ ആക്കിയെടുത്തു ഞാൻ. എന്നിട്ട് ഒരു 7-7:30 ആകുമ്പം ടെറസിലേക്ക് കയറും. പിന്നെ 9, 9:30, 11 മണി വരെ നിന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ധാരാളമാണ്. 30 വർഷം കൊണ്ട് താങ്കൾ ഈ കൃഷി ചെയ്യുന്നുണ്ട്, വീട്ടുവളപ്പിലും ഇപ്പം മട്ടുപ്പാവിലും ചെയ്യുന്നുണ്ട്. ഇപ്പം ടോട്ടൽ എത്ര ബാഗ്സ് ഒക്കെ കാണും? ഇപ്പോൾ ഒരു 500-600 ഗ്രോ ബാഗ് ടെറസിലുണ്ട്. പിന്നെ ഇപ്പം ഒരു 5 സെൻറ്റ് സ്ഥലവും കൂടെ വൃത്തിയാക്കി എടുത്ത് അവിടെയും കൂടെ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗ്രോ ബാഗ് ഇപ്പോൾ താഴേക്ക് മാറ്റി. എല്ലാം പച്ചക്കറിയാണോ അതോ മറ്റ് കൃഷിയുണ്ടോ? പച്ചക്കറികളും ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. രണ്ടുമുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സിൽ ചാമ്പ പലവിധമുണ്ട്, സപ്പോട്ട, പേര പലവിധമുണ്ട്, മാവ്, പ്ലാവ്, നാരകം പല ടൈപ്പുണ്ട്. ഈ പല ടൈപ്പ് എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ പോയി തിരഞ്ഞു കൊണ്ടുവരുമോ അതോ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമോ, എങ്ങനെയാണ്? നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ ഇതിനൊക്കെ ഓരോ കായ്ക്കും ഓരോ വ്യത്യാസമല്ലേ, ടേസ്റ്റ് വ്യത്യാസമാണ്. അത് അന്വേഷിച്ച് വാങ്ങും. പിന്നെ കൃഷിഭവനിൽ നിന്ന് കുറേ തൈകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടി. അങ്ങനെ ഒരു 10 തൈകൾ ഇപ്രാവശ്യം കിട്ടി. ഇതിന് മുന്നേയൊക്കെ ഓരോ നഴ്സറിയിൽ പോയി വാങ്ങും. ഫലവൃക്ഷങ്ങൾ നമ്മൾ നടുമ്പോൾ അതെന്തായാലും കുറേ വർഷം കഴിഞ്ഞല്ലേ കാതരുത്തുള്ളൂ. അപ്പോൾ ആ ഒരു പേഷ്യൻസ്, അല്ലെങ്കിൽ അത് നല്ലതാവോ ഇല്ലയോ, അങ്ങനത്തെ ഒരു ആശങ്ക എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടില്ല? ഇല്ല, ഇതെല്ലാം ഹൈബ്രിഡ് തൈകളാണ് വാങ്ങുന്നത്. ഇത് ലെയർ ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതും അങ്ങനെയുള്ള തൈകളാണ്. അപ്പോൾ അത് 3 വർഷം കഴിയുമ്പോൾ കായ്ക്കും. റംബൂട്ടാനൊക്കെ 3-ാമത്തെ വർഷം നിറയെ കായ്ച്ചു. വീട്ടുവളപ്പിൽ മറ്റേ നാടൻ ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. പ്ലാവ്, വരിക്കപ്ലാവിന് പല ടൈപ്പ്, മാവ്, ശീമപ്ലാവ്, സീതപ്പഴം, പലതരം വാഴകളെല്ലാം വേറെ പറമ്പിലുണ്ട്. ഇതെല്ലാം സ്വന്തം മാനേജ് ചെയ്യുമോ? അതിനുവേണ്ടി ആൾക്കാർ? പറമ്പിലുള്ള എല്ലാം ഹസ്ബൻഡ്, ടെറസിലുള്ള എല്ലാം ഞാൻ. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഈ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷിയുടെ താങ്കളുടെ എക്സ്പീരിയൻസ് കുറച്ച് സംസാരിക്കാം. ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരുടെ അടുത്തും ഈ കാര്യം ചോദിക്കാറുണ്ട്, ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത് പറഞ്ഞാൽ അതിലായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താങ്കളുടെ രീതി എന്തുവാണ്? ഞാൻ ചെയ്യുന്നത് വീടിന് ചുറ്റുമുള്ള കരിയിലകൾ, കളസസ്യങ്ങൾ, പറമ്പിലുള്ള കരിയിലകൾ, കളസസ്യങ്ങൾ, പിന്നെ റോഡിലുള്ള, വീടിന് ചുറ്റും 2 സ്ഥലത്ത് റോഡുണ്ട്, ആ റോഡിലുള്ള കളകളും ഈ കരിയിലകളും എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് മണ്ണും കരിയിലയായിട്ട് ലെയറായിട്ടിടും. വളങ്ങളും കൂടെ ചേർത്ത്, കോഴിവെള്ളം, ആട്ടുംകാഷ്ടം, ചാണകം ഇതെല്ലാം കൂടെ ചേർത്ത് ലെയറായിട്ട് ഇട്ടിട്ട് ചണച്ചാക്ക് വെച്ചോ 10 ലെയർ ഇടുമ്പോൾ 1 മീറ്റർ ഹൈറ്റ് വരും. ഇത് 2 മാസം ഇങ്ങനെ സൂക്ഷിക്കും. അതിൻ്റെ മേൽ ചണച്ചാക്ക് കൂടെ, ഇല്ലെങ്കിൽ നമ്മൾ ഓല ഇട്ടിട്ട് നനച്ചു കൊടുക്കണം. അതായത് ചാണകവെള്ളമോ ഗോമൂത്രമോ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. ചില ദിവസങ്ങളിൽ കഞ്ഞിവെള്ളം ശർക്കര ഇട്ട് വെച്ചിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് ഇതിലൊഴിച്ചു കൊടുക്കും. ഈ ഈർപ്പം നിൽക്കണം. ഈർപ്പം നിന്നാലേ മൈക്രോ ഓർഗാനിസംസ് വളരുള്ളൂ. ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് മാറുള്ളൂ. അപ്പം 2 മാസം കറക്റ്റ് ഡേറ്റ് എഴുതി വയ്ക്കും. എന്നിട്ട് 2 മാസം ഇട്ടേക്കും.
അത് നല്ല വളമായിട്ട് മാറും. 2 മാസത്തിനകമേ full നല്ലൊരു compost ഒരു ബ്ലാക്ക് കളറിലുള്ളൊരു സ്പോഞ്ചി സബ്സ്റ്റൻസ് ആയിട്ട് വരും. അത് നല്ല ശ്രീജ മേഡം, ഇത് ആക്ച്വലി എല്ലാവരും പറയാറുണ്ട്, പക്ഷേ സാധാരണയായ ഒരാൾ ശ്രമിക്കുമ്പോൾ ഇതേമാതിരി കറുത്ത പൗഡറായിട്ട് അല്ലെങ്കിൽ സ്പോഞ്ചി ആയിട്ട് കിട്ടാറില്ല. അതെന്ന് പറഞ്ഞാൽ 2 മാസം നമ്മൾ ഇടണം. അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ മൈക്രോ ഓർഗാൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. പച്ച ചാണകം വെള്ളം തളിച്ചു കൊടുക്കണം, പിന്നെ ഗോമൂത്രം തളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല വെയിലോ മഴയോ കൊള്ളാതെ ഇതിനെ സംരക്ഷിക്കണം. അപ്പം മൈക്രോ ഓർഗാനിസം വളർന്ന് ഇത് നല്ല, അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. നല്ല കറുത്തിട്ട് ഈ വളവും കൂടി ഇടുകയാണ്, കോഴിവളം, ചാണകപ്പൊടി, ഇതെല്ലാം ഇടുകയാണ്. അപ്പം നല്ല ലെയർ ആയിട്ട് ഇടുമ്പോൾ ഇത് താന്ന് വരും. ഇത് കമ്പോസ്റ്റ് ആകുമ്പോൾ ഈ ഇത്രയും ഹൈറ്റ് ഒന്നും കാണത്തില്ല. അതിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടാണ് ഗ്രോ ബാഗുകളിൽ നിറച്ചിട്ട് വീണ്ടും അതിൽ ഡോളോമൈറ്റ്, വീണ്ടും വളങ്ങളും എല്ലാം ആഡ് ചെയ്യണം. ഡോളോമൈറ്റ് നമ്മുടെ ഒരു പുളിപ്പ് മാറ്റാൻ pH അഡ്ജസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പച്ചക്കക്കയോ ഡോളോമൈറ്റോ. അതിൽ വീണ്ടും നമ്മൾ ഫിഷ് വളം ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും കരിയില സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും, പിന്നെ കോഴിവളം സെപ്പറേറ്റ് കമ്പോസ്റ്റ് ആക്കും. ഇത് ഒരുമിച്ച് എനിക്ക് കമ്പോസ്റ്റായി വരും. കിട്ടുന്ന എല്ലാം ഈ പറയുന്ന മാതിരി ലെയറായിട്ട് ഇടും. അതിന്റെ മേളിൽ മണ്ണിടും, പിന്നെ കിട്ടുന്ന വളം, കോഴിവളം ഉണ്ടെങ്കിൽ കോഴിവളം, ചാണകം ഉണ്ടെങ്കിൽ അതെ ഇടും. എല്ലാ ജീവികളുടെ അവശിഷ്ടങ്ങളും ഇടാം, എല്ലാ സസ്യജാലങ്ങളുടെ അവശിഷ്ടങ്ങളും ഇടാം. വൈവിധ്യമാർന്ന കളകൾ, അത് രവീന്ദ്ര സാറിൻ്റെ എന്ത് പഠിച്ചതാണ്. കയ്പുള്ളത്, പുളിപ്പുള്ളത്, കറയുള്ളത്, അങ്ങനെയുള്ള സസ്യങ്ങളുടെ കളകൾ ഇതിലിടാം. അത് വെള്ളത്തിലിട്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ടൊരു കമ്പോസ്റ്റായിട്ട് കിട്ടും. കമ്പോസ്റ്റായിട്ട് അത് 2 മാസം 60 ദിവസം എടുക്കും. അതിനോടൊപ്പം തന്നെ ഫിഷ് വേസ്റ്റ് കളക്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടുക. കൂടെയല്ല, അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതെടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യണം. ലാസ്റ്റ് ചെടി നടുന്നതിന് മുമ്പ് ഒരു മിക്സിംഗ് ഉണ്ടല്ലോ. ഈ ഫിഷ് വേസ്റ്റ് എങ്ങനെ, ഫിഷ് അമിനോ ഉണ്ടാക്കുമോ? അതോ ഫിഷ് അമിനോ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി വേണം, അത് കുറച്ച് ഉണ്ടാക്കും. ഫിഷ് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ചാരത്തിൽ മിക്സ് ചെയ്ത് അത് ബക്കറ്റിൽ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് വെച്ച് അതും 2 മാസം വേണം. അപ്പോൾ ഈ മണ്ണിനോടൊപ്പം തന്നെ 2 മാസം കൊണ്ട് ഫിഷ് വേസ്റ്റും വളമായി വരും. ഫിഷ് വേസ്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്യുകയും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പറമ്പ് ക്ലീനാവും, നമ്മുടെ വീടിന് ചുറ്റും ക്ലീനാവും. ഓരോ വീട്ടുകാരും അങ്ങനെ ചെയ്താലുള്ള അവസ്ഥ എന്നാലോചിച്ചോക്കെ സാറ്. ശരിയാണ്. ഞാൻ ഓരോ മാസവും ഇതിങ്ങനെ കളക്ട് ചെയ്യും. ആരെങ്കിലും നിർത്തി എല്ലാം എടുത്ത് ചാക്കിൽ കെട്ടി വച്ചേക്കും. ഒരു ചാക്ക് വേണം ഒരു ലെയർ ഇടാൻ, അതും അളവ് നോക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് അളവുണ്ട്. കാരണം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ കരിയിലെ ഇതും ഇട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കമ്പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫിഷിൻ്റെയും അതേമാതിരി കമ്പോസ്റ്റിംഗ് ചെയ്ത് ഇത് രണ്ടും മിക്സ് ചെയ്യും, പിന്നെ ഡോളോമൈറ്റ് ഇടും. ഡോളോമൈറ്റ് അല്ലെങ്കിൽ പച്ചക്കൊക്കെ, കാരണം കുമ്മായ ഇതിലിടാൻ പറ്റില്ല. ഇതിൽ മൈക്രോ ഓർഗാനിസം ധാരാളം ഉണ്ട്, മണ്ണിരയും ധാരാളം കാണും. കുമ്മായ ഇടുമ്പോൾ ഇതെല്ലാം ചത്തുപോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ണിൽ ഡോളോമൈറ്റോ പച്ചക്കൊക്കെയോ ഇടാൻ പറ്റുള്ളൂ. pH കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഒരു 10-15 ദിവസം അതും അങ്ങനെ മിക്സ് ചെയ്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 7 ദിവസം വയ്ക്കും. 7 ദിവസം അത് കഴിഞ്ഞിട്ട് തൈ നടാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് 2 മാസം ഇടുമ്പം തന്നെ 1 മാസം കഴിയുമ്പം വിത്ത് പാകി വയ്ക്കും. അപ്പോൾ 1 മാസം കൊണ്ട് വിത്തും വളർന്നു വരും. ഇതെല്ലാം ഒരു പ്ലാനിങ്ങിൽ ഈ പ്രോസസ്സിങ്ങിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴേ നമുക്ക് എല്ലായ്പ്പോഴും നടാൻ പറ്റുള്ളൂ. തൈകളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ വിത്ത് പുറത്തുനിന്ന് വാങ്ങുമോ, അതോ നിങ്ങളുടെ കൂട്ടായ്മ വല്ലതും ഉണ്ടോ, തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമോ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഫേസ്ബുക്ക് കൂട്ടായ്മകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഹോപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പൊക്കെ അവർ ഫ്രീ ആയിട്ട് ഒരുപാട് വിത്ത് തരും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തരും. ഗ്രൂപ്പുകൾ വഴി വിതരണം ചെയ്യും. അവർക്ക് വിത്ത് വരുമ്പോൾ കവർ അയക്കാൻ പറയും. അങ്ങനെ നമ്മൾ കവർ അയക്കാൻ നമുക്ക് ആവശ്യമുള്ള വിത്തുകൾ അയച്ചു തരും. കൃഷിഭവനിൽ നിന്ന് തൈകൾ കിട്ടും, വിത്ത് കിട്ടും. അത് കുറച്ചേ കിട്ടുള്ളൂ. നമുക്കൊരു ഈ 10-600 ഗ്രോ ബാഗിലത്തേക്കൊന്നും കൃഷിഭവനിൽ നിന്ന് അത്രയും കിട്ടില്ല, എല്ലാവർക്കും കൊടുക്കണ്ടേ അവർക്ക്. അപ്പോൾ ഇങ്ങനെ വിത്തുകൾ ധാരാളം കിട്ടും. പിന്നെ നല്ല വിത്തുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ വിത്തുകൾ വാങ്ങുകയും ചെയ്യും. നാടനാണെങ്കിൽ നമ്മൾ തന്നെ ശേഖരിച്ച് വെക്കുമോ? അതെ, വിത്ത് വയ്ക്കും. വിത്ത് നാടൻ വിത്തുകളാണെങ്കിൽ നമുക്ക് അങ്ങനെ അടുത്ത തലമുറ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഹൈബ്രിഡിന് അത് പറ്റത്തില്ല, ഒരു വിളവ് കൊണ്ടങ്ങ് നിൽക്കും. അപ്പം നാടൻ വിത്തുകൾ ശേഖരിക്കുന്നതിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഹൈബ്രിഡ് വിത്തുകൾ എങ്ങനെയാണ് വിളവ് തരുന്നത് അതേപോലെ ഇതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത് സീഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു ജൈവ കർഷകനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും, അതുവഴി നമ്മുടെ കാർഷിക അറിവുകൾ അവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. ഇപ്പോൾ ഒരാൾക്കൊരു വിത്ത് കൊടുത്താൽ ഇതെങ്ങനെ നടണം, എന്ത് ചെയ്യണം, എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാനും പറ്റും. ചിലരതങ്ങ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. പച്ചക്കറിയിൽ എല്ലാ ഇനങ്ങളും നിങ്ങൾ ചെയ്യാറുണ്ടോ? എല്ലാ ഇനങ്ങളും ഉണ്ട്. കിട്ടുന്ന വിത്തുകളെല്ലാം ചെയ്യും. പച്ചമുളക്, വെണ്ട, തക്കാളി, വഴുതന പല ടൈപ്പ്, പച്ചമുളക്, തക്കാളി, വെണ്ട, പിന്നെ പടവലം, പാവല്,
കോളിഫ്ലവർ, ക്യാബേജ് അങ്ങനെയുള്ള ഇലക്കറികളെല്ലാം ചെയ്യും. എല്ലാം ചെയ്യാറുണ്ട്. സ്ട്രോബെറി ധാരാളം ഉണ്ടാവും. ഇതൊക്കെ നല്ലപോലെ വരുമോ സ്ട്രോബെറി? സ്ട്രോബെറിയൊക്കെ നിറയെ കഴിക്കും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്? നമ്മൾ കടയിൽ നിന്ന് അതാണ് ആ ടേസ്റ്റാണ് എന്നെ ഈ കൃഷിയിലേക്ക് ഇറക്കിയത്. നല്ല ടേസ്റ്റാണ്. അല്ല, സ്ട്രോബെറിക്ക് വേണ്ടി നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണോ? ആണ്, പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്ട്രോബെറി അല്ല. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് എനിക്ക് 40 ചോടുണ്ട്. അതും കടയിൽ നിന്ന് വാങ്ങുന്നവർ എനിക്ക് ഈ ഫ്രൂട്ട് ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന കഴിച്ചു നോക്കണം. ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിലാണോ വെച്ചിരിക്കുന്നത്? ടെറസിലുണ്ട്, തറയിലുണ്ട്. നല്ല വെയിൽ വേണം. നല്ല വെയിൽ വേണം. നിറയെ പൂത്ത് ഇപ്പോൾ പഴുത്ത് തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇത്രയും ചെയ്യുമ്പോൾ മിച്ചം വരാറുണ്ട്? ഈ ഒരു വർഷമായിട്ട് കുറച്ച് മിച്ചം വരാറുണ്ട്. പണ്ട് അങ്ങനെ അത്രയും മിച്ചം വരുന്നതിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഉപയോഗിക്കും. ഇപ്പോൾ ഗാന്ധി സ്മാരക നിധിയിലൊരു വിപണിയുണ്ട്, അവിടെ കൊണ്ടുപോകും. പിന്നെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ അയൽവാസികൾക്കും കൂടെ കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. കുറച്ച് പേരാ ചേർത്ത് റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിലിടുമ്പോൾ അപ്പോഴും തന്നെ അത് പോവും. ചീരയൊക്കെ ഇപ്പം KVK ഒരു ചീര വിത്ത് തന്നിരുന്നു. അതെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചീര. ഭയങ്കര ടേസ്റ്റായിരുന്നു അത്. ഇപ്പോൾ KVK തന്ന വിത്ത് വൈഗ വെറൈറ്റി ഒരു 5 മാസം ആയപ്പോൾ 5 പ്രാവശ്യം വിളവെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൂക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അതിൻ്റെ വിത്ത് ശേഖരിക്കണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോൾ ഈ ചീരയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഇലതീനി പുഴുകളൊക്കെ ഒത്തിരി വരാറുണ്ടല്ലോ. അത് ഒരു ജീവി, ഒരു കീടമാകുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വംശവർധന ഉണ്ടാകുമ്പോഴാണ്. നമ്മൾ അതിനെ അനുവദിക്കരുത്. നമ്മൾ ചെടി നട്ട് ഒരു 2-3 ഇല വരുമ്പോൾ തന്നെ നമ്മൾ നിരന്തരം നിരീക്ഷിക്കണം. ഒരു കീടത്തിനെയും വരാൻ സമ്മതിക്കരുത്, അകറ്റി നിർത്തണം. അതിനാണ് നമ്മുടെ രവീന്ദ്ര സാറ് പറഞ്ഞതുപോലെ പച്ചിലകൾ, കറയുള്ളത്, കയ്പുള്ളത്, അങ്ങനെയുള്ള പച്ചിലകൾ വെള്ളത്തിയിട്ട്, ശീമക്കൊന്നയില പോലെയുള്ളതൊക്കെ വെള്ളത്തിയിട്ട് ആ വെള്ളം കൂടി ഈ 4 ഇല പരുവം വരുമ്പോഴേ തളിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കീടവും അടുക്കില്ല. അങ്ങനെ ചെയ്യാറുണ്ട്? അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ രവീന്ദ്രൻ സാറ് നടത്തുന്ന ക്ലാസ് താങ്കൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? അറ്റൻഡ് ചെയ്തു, കഴിഞ്ഞ വർഷം. ഓൾമോസ്റ്റ് ഒരു 30 വർഷം കൊണ്ട് നിങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കത്തില്ല? സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഒരു കൃഷിയുടെ സെക്കൻഡ് ഫേസിലേക്കാണ് പോയത്. അതായത് അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൽ ഒരുപാട് സംശയങ്ങൾ തീർന്നു. അപ്പോൾ എനിക്ക് ഗുരുനാഥനെ കിട്ടി. സാറിനോട് എന്ത് സംശയം നമുക്ക് എപ്പോഴും ചോദിക്കാം. പിന്നെ ഒരുപാട് കൃഷി സുഹൃത്തുക്കളെ കിട്ടി. ഇപ്പോൾ താങ്കൾ പൂർണ്ണമായ ജൈവ കൃഷിയാണല്ലോ ചെയ്യുന്നത്. ഇപ്പം സൂചിപ്പിച്ച് നമ്മൾ ഈ കീടങ്ങളെയൊക്കെ അകത്താൻ വേണ്ടി ഒന്നും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ കയ്പുള്ള കറിയുള്ള അങ്ങനത്തെ ഇലയൊക്കെ വെച്ചിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി സ്പ്രേ ചെയ്യും. ഇതൊഴിച്ച് നമ്മളൊരു കീടനിയന്ത്രണത്തിന് വേണ്ടി നിരന്തരമായി വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത്? അപ്പം നമ്മുടെ മണ്ണാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ പലവിധ കളകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കയ്പുള്ളതും കറയുള്ളതും ആട് തൊടാത്ത ഇലകളാണ് കൂടുതലും ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിലെ കീടങ്ങളും പോവും, അതുവഴി ചെടിക്ക് നല്ല ഹെൽത്തി ആവും. അപ്പം ഈ തണ്ടുതുരപ്പനൊക്കെ വരുന്നത് കാൽസ്യം കുറവുള്ളതുകൊണ്ടാണ്. pH കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അത് ശ്രദ്ധിച്ച് വളർച്ച കിട്ടിയാൽ അത് സ്വയം നമുക്ക് കാണുമ്പം തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റിനെ കീടങ്ങൾ വരില്ല. ഷീജ മാഡം, താങ്കൾ ഈ എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. സീസണലി ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് എക്സോട്ടിക് പച്ചക്കറികളും ഉണ്ടല്ലോ, ലെറ്റ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ട്. കെയില്, ലെറ്റ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. നന്നായിട്ട് കിട്ടുന്നുണ്ട്. സുക്കിനി അങ്ങനെയുള്ള. പിന്നെ ഈ ട്രൈക്കോഡെർമ, സുഡോമോണാസ് ഇങ്ങനത്തെയൊക്കെ ജൈവ കുമിളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. സ്യൂഡോമോണാസ് നമ്മളൊരു 15 ദിവസം കൂടുമ്പം സ്പ്രേ. ഇപ്പം ചീരയ്ക്ക് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ചെടികൾക്കും അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, ബാക്ടീരിയ ഫംഗസോ ഉണ്ടെങ്കിൽ അത് നശിക്കുന്നതിന് സ്യൂഡോമോണാസ് നല്ലതാണ്. പിന്നെ ബിവേറിയ, ചാഴി പോലുള്ള കീടങ്ങൾക്ക് നല്ലതാണ്. അത് ഇതിൻ്റെ ദേഹത്ത് ഒരു പാരസൈറ്റ് പോലെ പറ്റിയിരുന്ന് അതിനെ കൊല്ലും. ബിവേറിയ നല്ലതാണ്. സ്യൂഡോമോണാസും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കെണികൾ ഉപയോഗിക്കാറുണ്ട്? കെണികൾ മഞ്ഞക്കെണി ഉപയോഗിക്കാറുണ്ട്, കായ്ച്ചക്കെണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പച്ചക്കറിയൊക്കെ ഉണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്. നമ്മുടെ തേനീച്ച കൂടുവെല്ലാം വെച്ചിട്ടുണ്ട്? ഉണ്ട്, തേനീച്ച ഉണ്ടോ? ഓക്കെ. എത്ര എണ്ണം ഉണ്ട്? 3 കൂടുണ്ട്. ഇതിനു വേണ്ടിയും പരിശീലനം ഉണ്ട്. KVK ഒരു വർഷത്തെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് പോയി പഠിച്ചു. തേനീച്ച വെച്ചു. 3-4 കിലോ തേൻ കിട്ടി. അത് സെയിൽ ചെയ്തു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഫിഷ് ഉണ്ട്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഫിഷ് ഉണ്ട്. വലിയ കുളമാണോ? 2 വലിയ സിമന്റ് ടാങ്ക് കെട്ടിയിട്ടുണ്ട്. അത് 2 ഫിഷ് ഉണ്ട്. പണ്ട് പോലെ സിമന്റ് ടാങ്ക് ഉണ്ട്. ഒരു 10-15 വർഷം മുമ്പേ ഉണ്ട്. ആസാം വാള എന്നുള്ള അതൊക്കെ നല്ലതായിട്ട് വളരും. എങ്ങനെ അതിനെ പരിപാലിക്കുന്നത്? അതിൽ നമ്മൾ വെള്ളം നിറച്ചു കൊടുക്കുക, pH കറക്റ്റ് ചെയ്യുക. വെള്ളത്തിൻ്റെ pH കറക്റ്റ് ചെയ്യണം. രാവിലെയും വൈകുന്നേരം കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇലകളൊക്കെ
ചേമ്പല, പപ്പായ ഇല ഇതൊക്കെ ഇവർ കഴിക്കും. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ വെള്ളം ഞാൻ അക്വാപോണിക്സ് വെച്ചിട്ടുണ്ട്. കോഴിയുണ്ട്. കോഴിക്ക് വേണ്ട കുടങ്ങൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അക്വാപോണിക്സിൻ്റെ ഈ ബെഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഷീജ മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് വളരെ നന്ദി. താങ്ക് യു സർ.